തമിഴ്നാടിന്റെ തെക്കൻ തീരപ്രദേശം എപ്പോഴും ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും ആകർഷിച്ചിട്ടുള്ള ഒന്നാണ്. സംഘകാലം മുതൽക്കേ സമുദ്ര വ്യാപാരത്തിന് പേരുകേട്ട ഈ മണ്ണ് ഇപ്പോൾ ലോകത്തിനു മുന്നിൽ പുതിയൊരു ചോദ്യചിഹ്നം ഉയർത്തിയിരിക്കുകയാണ്. തൂത്തുക്കുടി ജില്ലയിലെ തരുവൈക്കുളത്തിനടുത്തുള്ള പനയൂർ ഗ്രാമത്തിൽ നിന്നും കണ്ടെത്തിയ കടൽ ഷെല്ലുകളും ഫോസിലുകളും വെറുമൊരു വാർത്തയല്ല. അത് കാലത്തിന്റെ ഒഴുക്കിൽ കടൽ പിൻവാങ്ങിയപ്പോൾ ബാക്കി വെച്ച വിസ്മയകരമായ അടയാളങ്ങളാണ്. സാധാരണഗതിയിൽ ഒരു കൃഷിഭൂമി ഓർക്കുമ്പോൾ കല്ലും മണ്ണും തെളിയുന്നത് സ്വാഭാവികമാണ്. എന്നാൽ പനയൂരിലെ കർഷകർക്ക് ലഭിച്ചത് കടലിന്റെ ആഴങ്ങളിൽ മാത്രം കാണപ്പെടുന്ന തരം ഷെല്ലുകളും ശംഖുകളുമാണ്. ഇന്ന് സമുദ്രതീരത്ത് നിന്നും ഏതാണ്ട് 5 മുതൽ 10 കിലോമീറ്റർ വരെ ഉള്ളിലായി സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കൃഷിക്കായി ഉഴുതുമറിച്ചപ്പോഴാണ് വെള്ള നിറത്തിലുള്ള ഷെല്ലുകളുടെ വൻ ശേഖരം പുറത്തു വന്നത്. നാട്ടുകാർ ഈ വിവരം അധികൃതരെ അറിയിച്ചതോടെ ചരിത്ര ഗവേഷകർ സ്ഥലത്തെത്തുകയും പ്രാഥമിക പഠനങ്ങൾ നടത്തുകയും ചെയ്തു. ഒരു കാലത്ത് തിരമാലകൾ ആഞ്ഞടിച്ചിരുന്ന തീരമായിരുന്നോ ഈ കൃഷിയിടം എന്ന ചിന്തയാണ് ശാസ്ത്രലോകത്തെ ഇപ്പോൾ അമ്പരപ്പിക്കുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ ഭാഗമായി കടൽ പിൻവാങ്ങുകയോ കരയിലേക്ക് കയറുകയോ ചെയ്യാറുണ്ട്. പനയൂരിലെ കണ്ടെത്തൽ ഈ പ്രതിഭാസങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 5000 അല്ലെങ്കിൽ 10000 വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാടിന്റെ തീരരേഖ ഇന്ന് കാണുന്നതിനേക്കാൾ എത്രയോ ഉള്ളിലായിരുന്നു എന്ന വാദത്തിന് ഈ കണ്ടെത്തൽ കരുത്ത് പകരുന്നുണ്ട്. ഭൂമിയുടെ ആന്തരിക പാതികളിലുണ്ടായ മാറ്റങ്ങളോ സമുദ്രനിരപ്പിലുണ്ടായ ആഗോളമായ ഏറ്റക്കുറച്ചിലുകളോ പനയൂർ പോലുള്ള തീരദേശങ്ങളെ കരഭാഗങ്ങളാക്കി മാറ്റിയേക്കാം. കണ്ടെത്തിയ ഷെല്ലുകൾ മണ്ണിന്റെ ആഴങ്ങളിൽ തട്ടുകളായി കാണപ്പെടുന്നത് ഇവ സ്വാഭാവികമായി അടിഞ്ഞുകൂടിയതാണെന്ന നിഗമനത്തിലേക്ക് നയിക്കുന്നുമുണ്ട്. പനയൂരിലെ ഈ കണ്ടെത്തലിന് മറ്റൊരു വശം കൂടിയുണ്ട്. പാണ്ഡ്യ രാജവംശത്തിന്റെ പ്രശസ്തമായ തുറമുഖ നഗരമായ കോർക്കെ ഈ പ്രദേശത്തിന് വളരെ അടുത്താണ്. സംഘകാല സാഹിത്യങ്ങളിൽ കോർക്കയെക്കുറിച്ച് സവിശേഷമായ പ്രതിപാദ്യങ്ങളുമുണ്ട്. അക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മുത്തുകൾ ലഭിച്ചിരുന്നത് ഇവിടെ നിന്നായിരുന്നു. റോമാക്കാരുമായും ഗ്രീക്കുകാരുമായും മുത്തു വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന കോർക്കെ കാലക്രമേണ സമുദ്രം പിൻവാങ്ങിയതോടെയാണ് ഒരു തുറമുഖം എന്ന പദവിയിൽ നിന്നും പുറത്തായത്. പനയൂരിൽ കാണപ്പെട്ട ഷെല്ലുകൾ ഒരുപക്ഷെ പുരാതന കോർക്കയുടെ വ്യാപാര ശൃംഖലയുടെ ഭാഗമാകാൻ സാധ്യതയുണ്ട്. മുത്തുച്ചിപ്പികളെ വേർതിരിക്കാനും അവ സംരക്ഷിക്കാനും പുരാതന കാലത്ത് ഇത്തരം പ്രദേശങ്ങൾ ഉപയോഗിച്ചിരുന്നിരിക്കാം. പുരാവസ്തു ഗവേഷകനായ രാജേഷ് സിൽവരത്ത് ചൂണ്ടിക്കാട്ടുന്നത് പോലെ ഈ കണ്ടെത്തലിന് 2 വശങ്ങളുണ്ടാകാം. ഒന്ന്, ഇത് പ്രകൃതിദത്തമായി കടൽ നിക്ഷേപിച്ച ഫോസിലുകളിലാവാം. 2, മനുഷ്യർ മുത്തുച്ചിപ്പി ശേഖരണത്തിനായി ഇവിടെ കൃത്രിമമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കാം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഇല്ലാത്ത കാലത്ത് ലഗൂണുകളും കായലുകളും പ്രയോജനപ്പെടുത്തി മുത്തുച്ചിപ്പികളെ വളർത്തുന്ന രീതി അന്ന് നിലനിർന്നിരിക്കാം. പനയൂരിലെ ഈ അവശിഷ്ടങ്ങൾ വെറും പ്രകൃതിദത്തമായ ഒന്നല്ലെങ്കിൽ അത് പുരാതന തമിഴ് ജനതയുടെ സമുദ്രശാസ്ത്രത്തിലുള്ള അറിവിനെയും അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെയും കുറിച്ചുള്ള വലിയൊരു തെളിവായി മാറും. പനയൂരിലെ ഈ കണ്ടെത്തൽ പൂർണ്ണമായും സ്ഥിരീകരിക്കണമെങ്കിൽ ആധുനിക ശാസ്ത്രീയ പരിശോധനകൾ അത്യന്താപേക്ഷിതമാണ്. ഷെല്ലുകളുടെയും ഫോസിലുകളുടെയും പ്രായം കൃത്യമായി നിർണ്ണയിക്കാൻ ഇതിലൂടെ സാധിക്കും. അത് 2000 വർഷം പഴക്കമുള്ളതാണെങ്കിൽ അത് സംഘകാലത്തെയും അതിലും പഴക്കമുള്ളതാണെങ്കിൽ അത് പ്രീ ഹിസ്റ്റോറിക് കാലഘട്ടത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകും. പുരാതന തീരരേഖയുടെ ഭൂപടം തയ്യാറാക്കാൻ ഉപഗ്രഹ ചിത്രങ്ങളും ഡിജിറ്റൽ മാപ്പിംഗും സഹായിക്കും. ഷെല്ലുകളിൽ മനുഷ്യരുണ്ടാക്കിയ അടയാളങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിലൂടെ ഇതൊരു വ്യാപാര കേന്ദ്രമായിരുന്നു എന്നും തിരിച്ചറിയാം. അടുത്തിടെ നടന്ന കീഴടി ആദിച്ചനല്ലൂർ ഖനനങ്ങൾ തമിഴ് സംസ്കാരത്തിന്റെ വേരുകൾ എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നും തെളിയിച്ചിട്ടുണ്ട്. പനയൂരിലെ ഈ പ്രാഥമിക കണ്ടെത്തലുകൾ ആ ചരിത്രത്തിലേക്ക് ചേർക്കാവുന്ന മറ്റൊരു കണ്ണിയാണ്. തമിഴ്നാടിന്റെ തെക്കൻ തീരങ്ങളിൽ സമുദ്രം ഒളിപ്പിച്ചു വെച്ച രഹസ്യങ്ങൾ ഓരോന്നായി പുറത്തു വരുമ്പോൾ അത് ദക്ഷിണേഷ്യയുടെ തന്നെ ചരിത്രരചനയിൽ നിർണായകമാകും. കുമാരിക്കണ്ടം പോലുള്ള ഐതിഹ്യങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും ഇത്തരം കണ്ടെത്തലുകൾക്ക് വലിയ ആവേശമാണ് നൽകുന്നത്. കടൽ കയറിയും ഇറങ്ങിയും ഇരിക്കുന്ന പ്രതിഭാസങ്ങൾ ഈ പ്രദേശത്തിന്റെ സംസ്കാരത്തെ എങ്ങനെയെല്ലാം ബാധിച്ചുവെന്നത് പഠനവിധേയമാക്കേണ്ടതാണ്. പനയൂരിലെ മണ്ണ് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് പറയുന്നത് രാജവംശങ്ങളുടെ വിജയഗാഥ മാത്രമല്ല, മറിച്ച് സഹസ്രാബ്ദങ്ങളായി പ്രകൃതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. ഈ കണ്ടെത്തൽ കേവലം ഒരു പ്രാദേശിക വാർത്തയല്ല, മറിച്ച് നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ചുള്ള വലിയൊരു അന്വേഷണത്തിന്റെ തുടക്കമാണ്. ഭാവിയിൽ ഇവിടെ നടക്കുന്ന വിപുലമായ ഖനനങ്ങളും പഠനങ്ങളും തെക്കൻ തമിഴ്നാടിന്റെ ചരിത്രം സമുദ്രത്തിന് മുകളിലും താഴെയും എങ്ങനെ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നു എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.